ഈ പടം തിയേറ്ററിൽ നിന്ന് കണ്ട എത്ര പേരുണ്ട്? അല്ല, ഈ പടം കണ്ട എത്ര പേരുണ്ട്? ചോദ്യം ഒന്നുകൂടി ലഘൂകരിക്കാം. ഇങ്ങനെ ഒരു സിനിമ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം അറിയാവുന്ന എത്ര പേരുണ്ട്? ഞാൻ ഇത്രയും പറയാൻ കാരണം, ഇന്നിറങ്ങുന്ന പല മേജർ സിനിമകൾ പോലും തിയേറ്ററിൽ പോയി കാണാൻ മെനക്കെടാത്ത എനിക്ക് കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററിൽ ഏതെങ്കിലും ഒരു പടം മാറി വന്നെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും എന്നൊരു കാലഘട്ടം. എന്റെ +1 +2 ടൈം. ആ ഒരു സമയത്ത് തിയേറ്ററിൽ കണ്ടൊരു സിനിമയായിരുന്നു ഇതും. 2010 പുറത്തിറങ്ങിയ സുരേഷ് ഗോപി നായകനായ കന്യാകുമാരി എക്സ്പ്രസ്. കാര്യം അന്ന് യൂട്യൂബ് പരിപാടികളൊന്നും ഇല്ലെങ്കിലും ഒരു സിനിമയുടെ സംവിധായകനെയും റൈറ്ററിനെയും നോക്കുന്ന ശീലം അന്നേ ഉണ്ടായിരുന്നു. സോ ന്യൂഡൽഹിയും നമ്പർ 20 മദ്രാസ് മെയിലും കോട്ടയം കുഞ്ഞച്ചനും ഒക്കെ എഴുതിയ ഡെന്നീസ് ജോസഫ് ആയിരുന്നു ഈ സിനിമ എഴുതിയിരുന്നത്. കോട്ടയം കുഞ്ഞച്ചനും ഉപ്പുകണ്ടം ബ്രദേഴ്സും ഒക്കെ സംവിധാനം ചെയ്ത TS സുരേഷ് ബാബുവാണ് സംവിധാനം. ഇവരുടെയൊക്കെ പ്രൈം ടൈം കഴിഞ്ഞു എന്ന് അറിയാമായിരുന്നെങ്കിലും ഇതൊക്കെയും ആ സിനിമ പോയി കാണാനുള്ള കാരണങ്ങൾ തന്നെയായിരുന്നു. അതോടൊപ്പം ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് ഒരു ട്രെയിൻ മർഡർ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വന്നിരുന്നു. പടത്തിന്റെ പേര് നാദിയ കൊല്ലപ്പെട്ട രാത്രി. അതൊരു ഡീസന്റ് പടമായിരുന്നു. സോ ഈ പടത്തിന്റെ പേരാണെങ്കിൽ ഒരു ട്രെയിനിന്റെ പേരാണ്. അപ്പൊ നാദിയ കൊല്ലപ്പെട്ട രാത്രി പോലെ അത്യാവശ്യം യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി ഇതിനകത്തും കാണുമെന്നൊരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇതിന്റെ ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുന്നത് ഒരു വാട്ടർ തീം പാർക്കിലായിരുന്നു എന്നതൊഴിച്ചാൽ മറ്റൊരു റാൻഡം സുരേഷ് ഗോപി പോലീസ് ചിത്രം എന്നതിനപ്പുറത്തേക്ക് ഓർത്തിരിക്കാൻ തക്ക ഒന്നും തന്നെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ ബിജു മേനോന്റെ ഭാര്യയായി വന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച ആ നടിയുടെ ആദ്യ ചിത്രം ഇതായിരുന്നുവെന്ന് പിൽക്കാലത്ത് ഒരു ഇന്റർവ്യൂയിലൂടെ ഞാൻ അറിഞ്ഞു.